10ാം സ്ഥാനത്തുള്ള മുംബൈ 6ാം സ്ഥാനത്തും 6ാം സ്ഥാനത്തുള്ള KKR 10ാം സ്ഥാനത്തേക്കും തള്ളപ്പെട്ട മത്സരമാണ് നമ്മൾ ഇത് കണ്ടത്. ആദ്യം ബാറ്റ് ചെയ്ത KKR 116 റൺസ് എടുക്കുന്നു. കേവലം 12 ഓവറിൽ മുംബൈ ആ സ്കോർ ലക്ഷ്യം. ഇങ്ങനൊരു വിജയം മുംബൈയെ സംബന്ധിച്ചിടത്തോളം വേണ്ടിയത് തന്നെയായിരുന്നു. കാരണം 2 മത്സരങ്ങൾ പരാജയപ്പെട്ടു. പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ ഏറ്റവും അവസാനത്തേക്ക് തള്ളപ്പെടും. അവിടുന്ന് മുമ്പോട്ട് കുതിക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു വലിയ മാർജിനിൽ ഒരു ടീമിനെ പരാജയപ്പെടുത്തണമായിരുന്നു. ഇന്നലെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ എന്തായാലും അവരുടെ ബോളർമാർ അത് സാധിച്ചു കൊടുത്തു എന്ന് തന്നെ പറയണം. ഈ IPL സീസണുകളിൽ ഞാൻ നോക്കിക്കാണുന്നത് പല ടീമുകളും പേപ്പർ മാത്രമേ ഉള്ളൂ വമ്പന്മാർ. നമ്മൾ നോക്കൂ, SRHന്റെ ഒരു കാര്യം നോക്കൂ, ഇപ്പോൾ എവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ ആയിരിക്കും ഈ പ്രാവശ്യം. നമ്മൾ വിചാരിക്കാത്ത പല ടീമുകളായിരിക്കും ആ പ്ലേ ഓഫ് കളിക്കാൻ ചാൻസ് ഉള്ളത്, ടോപ്പ് 4ൽ വരാൻ ചാൻസ് ഉള്ളത്. പല കൊമ്പന്മാർ ഈ പ്രാവശ്യം വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെയാണ് ഫ്രാഞ്ചൈസികൾ ആ ടീമിനെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ പഞ്ചാബ്, ഡൽഹി ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കും. അവർ ടീമിൽ റീഅറേഞ്ച് ചെയ്തു, നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു, നല്ല കോച്ചുമാരെ കൊണ്ടുവന്നു. ഈ പ്രാവശ്യം ഒരു രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പല ടീമുകൾ, LSG ആയാലും ഡൽഹി ആയാലും പഞ്ചാബ് ആയാലും ഈ സീസണിൽ എനിക്ക് തോന്നുന്നു കറുത്ത കുതിരകളാവുക തന്നെ ചെയ്യും.